ഹായ് സ്റ്റുഡൻസ്. ഇപ്പം നമ്മൾ പെസ്റ്റിനെ കുറിച്ചായിരുന്നു അല്ലേ, ഓരോ ക്രോപ്സിൻ്റെയും പെസ്റ്റിനെ കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ ആദ്യം ജോവറിൻ്റെ പെസ്റ്റ് 2 അതിൻ്റെ മാനേജ്മെൻറ്റ്, പിന്നെ നമ്മൾ കോട്ടൻ്റെ പെസ്റ്റായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ കോട്ടൻ്റെ പെസ്റ്റിൻ്റെ എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ മാനേജ്മെൻറ്റാണ് അറിയേണ്ടത്. അപ്പം കോട്ടൻ്റെ IPM മാനേജ്മെൻ്റ് ഉണ്ട്. കോട്ടൺ ഒരു കൊമേഴ്ഷ്യൽ ക്രോപ്പ് ആയതുകൊണ്ടും ഒരു ക്യാഷ് ക്രോപ്പ് ആയതുകൊണ്ടും അതിൽ നമ്മൾ ഇൻറ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് നമ്മൾ കോട്ടൻ്റെത് സ്പെസിഫിക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രോപ്സിൻ്റെ എല്ലാം തന്നെയും IPM പ്രാക്ടീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ പെസ്റ്റിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു IPM പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമല്ലോ, നമ്മൾ പല മെത്തേഡ്സിനെ അല്ലെങ്കിൽ പല പെസ്റ്റ് കൺട്രോൾ മെക്കാനിസംസിനെ ഇൻക്രിയേറ്റ് ചെയ്യുന്ന മെക്കാനിസമാണ് ഇൻറ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഏതൊക്കെ പെസ്റ്റ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് ആണുള്ളത്? ഒന്ന് കൾച്ചറൽ കൺട്രോൾ ഉണ്ട്, പിന്നെ മെക്കാനിക്കൽ കൺട്രോൾ ഉണ്ട്, പിന്നെ ബയോളജിക്കൽ കൺട്രോൾ ഉണ്ട്, ദെൻ ബയോ റാഷണൽ ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ട്, പിന്നെ അതുപോലെ അവസാനം നമുക്ക് കെമിക്കൽ കൺട്രോൾ ഉണ്ട്. അപ്പം ഇറ്റ്സ് ഒരു സീരീസ് ഓഫ് സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പം ഈ സ്ട്രാറ്റജീസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എഫിഷ്യൻറ്റ് മെക്കാനിസമാണ് ഇൻറ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൽ ഒരുപാട് സ്റ്റെപ്സ് ഇൻവോൾവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് മാത്രമേ കെമിക്കൽസ് അഡോപ്റ്റ് ചെയ്യത്തുള്ളൂ. മാക്സിമം നമ്മൾ ഹാംഫുൾ അല്ലാത്ത രീതിയിൽ, എൻവയോൺമെൻറ്റിന് ഹാംഫുൾ അല്ലാത്ത രീതിയിൽ നമ്മുടെ ക്രോപ്പിനെ മാനേജ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പെസ്റ്റിനെ മാനേജ് ചെയ്യാനായിട്ട് നോക്കും. പറ്റിയില്ല എന്നുള്ള ലാസ്റ്റ് റിസോർട്ടായിട്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്? കെമിക്കൽ മാനേജ്മെൻറ്റ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കോട്ടൻ്റെ പെസ്റ്റ് മാനേജ്മെൻറ്റ് പറയുമ്പോൾ അതിൽ വരുന്നതാണ് മോണിറ്ററിങ് ഫോർ ദി പെസ്റ്റ്. ആദ്യം നമുക്ക് നമ്മുടെ ഫീൽഡിൽ ഏതൊക്കെ പെസ്റ്റ് ഉണ്ട് അതിൻ്റെ എല്ലാം ETL ലെവൽ, EIL ലെവൽ എല്ലാം നമുക്ക് അറിയണം അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ഒബ്സർവേഷനാണ് ചെയ്യുന്നത്. അതിൻ്റെ നമ്മൾ ക്രോപ്പ് ഫീൽഡിൽ നടുന്നത് മുതൽ അല്ലെങ്കിൽ സീഡ് സെലക്ട് ചെയ്യുന്നത് മുതൽ നമ്മൾ ക്രോപ്പ് മോണിറ്റർ ചെയ്യാനായിട്ട് തുടങ്ങും. ഓർഗനൈസ്ഡ് റെഗുലർ പെസ്റ്റ് മോണിറ്ററിങ് ആൻഡ് അസസ് ബയോ കൺട്രോൾ പൊട്ടൻഷ്യൽ അറ്റ് എവറി 10 days ഇൻ്റർവെൽ. ഓരോ പെസ്റ്റിൻ്റെയും ബയോ കൺട്രോൾ പൊട്ടൻഷ്യൽ നമ്മൾ അസസ് ചെയ്ത് പോകണം. Record the pest incidents at 12 spots per hectare and 5 plants per spot selected randomly. നമുക്കൊരു നല്ല ഏരിയ ഉണ്ടെന്ന് വിചാരിക്കും, ഒരു 4 ഏക്കർ അല്ലെങ്കിൽ 5 ഏക്കർ 10 ഏക്കർ ഒക്കെ ഏരിയയിൽ നമ്മൾ കോട്ടൺ കൃഷി ചെയ്യും. അപ്പോൾ അത്രയും ഏരിയയിൽ നമുക്ക് ഓരോ പ്ലാന്റ്സും പോയി മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്തെടുക്കുക, ഈ 4 ഏക്കറിൽ റാൻഡമായിട്ട് ഒരു 12 സ്പോട്ട്സ് സെലക്ട് ചെയ്യുക. ഒരു ഹെക്ടറിൽ 12 സ്പോട്ട് വരുന്ന രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ആ 12 സ്പോട്ടിൽ നമ്മൾ 5 പ്ലാന്റ്സ് ഐഡൻറ്റിഫൈ റാൻഡംലി ചെയ്യണം. അതായത് നമുക്ക് ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് പോയി അങ്ങനെ ബയാസ്ഡ് ആയിട്ട് എടുക്കാൻ പാടില്ല. റാൻഡംലി 5 പ്ലാന്റ്സ് സെലക്ട് ചെയ്യുക, അതിൽ നിന്നും ഒബ്സർവേഷൻ അല്ലെങ്കിൽ കൗണ്ട്സ് എടുക്കുക. യൂസ് ഫെറമോൺ ട്രാപ്സ് ഫോർ മോണിറ്ററിങ് അമേരിക്കൻ സ്പോട്ടഡ് ആൻഡ് പിങ്ക് ബോൾവർം ആൻഡ് സ്പോഡോപ്റ്ററ അറ്റ് റേറ്റ് 5 ട്രാപ്സ് പെർ ഹെക്ടർ. ഒരു ഹെക്ടറിൽ 5 ട്രാപ്പ് വെച്ച് നമുക്ക് ലെപ്പിഡോപ്റ്ററ പെസ്റ്റിനെ എല്ലാം നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും. Set up yellow pan or sticky traps for monitoring whitefly at the rate 25 yellow pans or sticky traps per hectare. Based on the incidents or observations of the traps, a second release of the egg parasitoids and predators should be done. അപ്പം നമുക്ക് നമ്മുടെ ട്രാപ്സിൽ നിന്നും അതുപോലെ നമ്മുടെ ഒബ്സർവേഷൻസിൽ നിന്നും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പെസ്റ്റിൻ്റെ ബയോളജിക്കലായിട്ടുള്ള എനിമീസ് ഉണ്ടാവും അല്ലേ, പാരസിറ്റോയിഡ്സും പ്രെഡേറ്റേഴ്സും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ അതിൻ്റെ ETL ലെവൽ നോക്കി എന്ത് ചെയ്യണം? പെസ്റ്റ് റിലീസ് ചെയ്യണം, ഫീൽഡിലേക്ക് റിലീസ് ചെയ്യണം. ഇതാണ് മോണിറ്ററിങ് ഫോർ ദ പെസ്റ്റ്. ഇനി ക്രോപ്പിൻ്റെ ഓരോ സ്റ്റേജിലും നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട കുറച്ച് മേജർ പ്രാക്ടീസസ് ഉണ്ട്. പ്രീ സോയിങ് സ്റ്റേജിൽ സോ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫീൽഡ് ഒരുക്കുന്ന സമയത്ത് എടുക്കേണ്ട ചില പ്രാക്ടീസസ് ആണ്. ഒന്ന് ഡീപ്പ് പ്ലവിങ് ഇൻ സമ്മർ. ഡീപ്പ് പ്ലവിങ് ചെയ്യാനുള്ള കാരണം, ഡീപ്പ് പ്ലവിങ് ചെയ്യുമ്പം ഈ സോയിലിൽ ഹൈബർനേറ്റ് ചെയ്ത് കിടക്കുന്ന പെസ്റ്റുകളെല്ലാം എന്ത് ചെയ്യും? സണ്ണിലേക്ക് എക്സ്പോസ്ഡ് ആവും. അങ്ങനെ സണ്ണിൻ്റെ ഹീറ്റ് കാരണം അത് ചത്തുപോകും. അടിയിലുള്ള പ്യൂപ്പേഴ്സൊക്കെ എക്സ്പോസ്ഡ് ആവും. അടിയിലുള്ള ആവശ്യമില്ലാത്ത ഇൻസെക്ട്സ് എല്ലാം, മണ്ണിനടിയിലുള്ള ഇൻസെക്ട്സ് എല്ലാം തന്നെയും എക്സ്പോസ്ഡ് ആവും. അപ്പോൾ ഒന്നെങ്കിൽ അതിനെ കിളി കൊത്തി എടുത്തുകൊണ്ട് പൊക്കോളും, ബേർഡ് എടുത്തുകൊണ്ട് പൊക്കോളും, അല്ലെങ്കിൽ സണ്ണിൽ എക്സ്പോസ്ഡ് ആയി കഴിയുമ്പോൾ സൺറിൻ്റെ റേസ് കൊണ്ട് അത് ചത്തുപോകും. അതാണ് ഡീപ്പ് പ്ലവിങ് നമ്മൾ സമ്മർ സീസണിൽ കൊടുക്കുന്നതിൻ്റെ കാരണം. ദെൻ റിമൂവൽ ഓഫ് ആൾട്ടർനേറ്റ് ഹോസ്. ഇവർക്ക് മേജർ ക്രോപ്പ് ഇല്ലെങ്കിൽ നമ്മുടെ ഫീൽഡിലുള്ള വീഡ്സിൽ
സർവൈവ് ചെയ്യാനായിട്ട് പറ്റും, വീറ്റ് ക്രോപ്സിൽ സർവൈവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഫീൽഡിൽ നിന്ന് ആൾട്ടർനേറ്റ് ഹോസ്റ്റ് ആയിട്ടുള്ള വീറ്റ് ക്രോപ്സിനെ എല്ലാം റിമൂവ് ചെയ്യണം. അവോയ്ഡ് കോട്ടൺ ആഫ്റ്റർ കോട്ടൺ, അതായത് മോണോ ക്രോപ്പിംഗ് അവോയ്ഡ് ചെയ്യുക. കോട്ടൻ്റെ ഒരു ക്രോപ്പ് കഴിഞ്ഞിട്ട് കോട്ടൺ തന്നെ കൊടുക്കാതെ വേറെ ഏതെങ്കിലും ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്ത് ക്രോപ്പ് റൊട്ടേഷൻ പ്രാക്ടീസ് ചെയ്യാം. അഡോപ്റ്റ് ക്രോപ്പ് റൊട്ടേഷൻ. റിമൂവ് ആൻഡ് ഡിസ്ട്രോയ് ദ ക്രോപ്പ് റെസിഡ്യൂസ് ബൈ ബേണിംഗ്. അതായത് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ക്രോപ്പ് റെസിഡ്യൂസ് ഒരിക്കലും ഫീൽഡിൽ ഇടാൻ പാടില്ല. അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് ബേൺ ചെയ്ത് കളയുക അല്ലെങ്കിൽ ബറി ചെയ്യുകയോ ചെയ്യണം. സോയിങ്ങിൻ്റെ സമയത്ത് നമ്മൾ എടുക്കേണ്ട കുറച്ച് പ്രാക്ടീസസ് ആണ്. ഒന്ന്, ഗ്രോ ടോളറൻറ്റ് ഓർ റെസിസ്റ്റൻറ്റ് വെറൈറ്റീസ് ഓഫ് കീ പെസ്റ്റ് ഓഫ് ദാറ്റ് ഏരിയ. ഇപ്പം നമ്മുടെ ഏരിയയിൽ പിങ്ക് ബോൾവർം ഭയങ്കര സീരിയസ് പെസ്റ്റാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് വേണം നമ്മൾ ആ ഏരിയയിൽ നടാനായിട്ട്. ഇനി അതേസമയം നമ്മുടെ ലീഫ് ഹോപ്പറാണ് നമ്മുടെ ഏരിയയിൽ സീരിയസ് പെസ്റ്റ് എങ്കിൽ ലീഫ് ഹോപ്പറിന് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വെറൈറ്റി, കാരണം എല്ലാ പെസ്റ്റും റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ഒന്നുമില്ല. അപ്പോൾ ഏത് ക്രോപ്പാണോ നമ്മുടെ ഏരിയയിൽ കൂടുതലുള്ളത്, ഏത് പെസ്റ്റാണോ നമ്മുടെ ഏരിയയിൽ കൂടുതൽ, ആ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള ആ പെസ്റ്റിൻ്റെ റെസിസ്റ്റൻ്റ് വെറൈറ്റീസ് കൾട്ടിവേറ്റ് ചെയ്യുക. ദെൻ ഏർലി സോയിങ് മീൻസ് ക്രോപ്പ് സീസൺ ആവുന്നതിന് മുൻപേ നമ്മൾ സോ ചെയ്യുക. ദെൻ സീഡ് ട്രീറ്റ്മെൻറ്റ് വിത്ത് ഇൻസെക്ടിസൈഡ്സ്. അപ്പോൾ സീഡ് വഴിയുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് കുറേയൊക്കെ പരിഹരിക്കാനായിട്ട് പറ്റും പ്രോപ്പർ സീഡ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ. ഇൻസെക്ട്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇൻസെക്ടിസൈഡ്സ് കൊടുക്കും. പാത്തജൻസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫംഗിസൈഡ് അല്ലെങ്കിൽ ബാക്ടീരിയസൈഡ് കൊടുക്കും. അഡോപ്റ്റ് ജുഡീഷ്യസ് ഫെർട്ടിലൈസർ ആൻഡ് വാട്ടർ മാനേജ്മെൻറ്റ്. Maintain weed-free crop. Trap cropping should be done with the crops like okra, castor, marigold, Nicotiana rustica, and insect feeding on these should be periodically removed or killed. ഇപ്പോൾ ട്രാപ്പ് ക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, നമ്മുടെ ക്രോപ്പിനെ അഫക്റ്റ് നമ്മുടെ കോട്ടണിനേക്കാളും ഈ പെസ്റ്റുകൾ പ്രിഫർ ചെയ്യുന്ന ക്രോപ്സ് ഉണ്ടാവും. അപ്പോൾ ആ ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യും. ഇപ്പം നമ്മുടെ ഒക്ര എന്ന് പറയുന്നത് ലേഡീസ് ഫിംഗറാണ്, വെണ്ടയ്ക്കാണ്. അപ്പോൾ കോട്ടൺ അവിടെ നിൽക്കുമ്പോൾ, കോട്ടണും ലേഡീസ് ഫിംഗറും നിൽക്കുമ്പോൾ പെസ്റ്റ് ഓട്ടോമാറ്റിക്കലി ലേഡീസ് ഫിംഗറെ പ്രിഫർ ചെയ്യുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, ആ പെസ്റ്റുകളെല്ലാം ഇതിൽ വന്നു കഴിയുമ്പോൾ, അതായത് ആ ബിണ്ടി ക്രോപ്പ് കുറച്ച് പൊങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ക്രോപ്പിനെ എടുത്ത് നശിപ്പിക്കുക, അല്ലെങ്കിൽ ആ ഇൻസെക്ട്സിനെ എടുത്ത് നശിപ്പിച്ച് കളയുക. രണ്ടും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. Then intercropping with mung bean, soybean, groundnut, ragi, maize, cowpea and onion reduces the infestation of bollworms. However, wild brinjal reduces the whitefly incidences. Intercropping with cowpea help to colonize the biocontrol fauna, ladybird beetles, Chrysoperla carnea, etc. Okay, ഇതൊക്കെയാണ് നമ്മൾ എടുക്കേണ്ട, ഇതെല്ലാം കൾച്ചറൽ പ്രാക്ടീസസ് ആയി പറയുന്നത് കേട്ടോ. ഓരോ ക്രോപ്പ് സ്റ്റേജസിലും നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട കൾച്ചറൽ പ്രാക്ടീസസ് ആണ് ഈ പറയുന്നത്, കൾച്ചറൽ ആൻഡ് മെക്കാനിക്കൽ പ്രാക്ടീസസ്. നെക്സ്റ്റ് വെജിറ്റേറ്റീവ് സ്റ്റേജിൽ സീഡ് നമ്മൾ സോ ചെയ്തു, അതൊരു അത്യാവശ്യം പൊക്കത്തിലൊക്കെ എത്തി. അപ്പം അതാണ് വെജിറ്റേറ്റീവ് സ്റ്റേജ്. ഗ്രോയിങ് സ്റ്റേജിൽ എന്തൊക്കെയാണ് ചെയ്യണം, ചെക്ക് ദ പോപ്പുലേഷൻ ഓൺ ട്രാപ്പ് ക്രോപ്സ് ആൻഡ് ഇന്റർ ക്രോപ്സ്. റിലീസ് ക്രൈസോപെർല അറ്റ് ദ റേറ്റ് 1000 per hectare ആൻഡ് സ്പ്രേ നീം പ്രോഡക്ട്സ് ഫോർ വൈറ്റ് ഫ്ലൈ. എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നീം ഉള്ള ഇൻസെക്ടിസൈഡ്സ്, അസാഡിറാക്റ്റിൻ പോലുള്ള ഇൻസെക്ടിസൈഡ്സ് സ്പ്രേ ചെയ്യാം. ഇഫ് പെസ്റ്റ് പെർസിസ്റ്റ് ആഫ്റ്റർ ദ റെക്കമെൻഡഡ് ഇൻസെക്ടിസൈഡ്സ്, ഇഫ് പെസ്റ്റ് പെർസിസ്റ്റ്, പിന്നെയും പെസ്റ്റ് പെർസിസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ, നീം പ്രോഡക്ട്സ് അടിച്ചിട്ടും പെസ്റ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ റെക്കമെൻഡഡ് ഇൻസെക്ടിസൈഡ്സ് സ്പ്രേ ചെയ്യാം. ക്രഷിംഗ് ഓഫ് ലീവ്സ് ഇൻ ഷൂട്ട്സ് മെക്കാനിക്കലി, അത് നമ്മൾ ലാർവേനെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇതാണ്. Crushing of larvae in the shoots mechanically. Set up pheromone traps at the rate 5 per hectare. Fix yellow sticky traps for white fly. Next, flowering stage ആകുമ്പം management of trap crops and intercrops. Then release Chrysoperla at the rate 10,000 per hectare for sucking pests. കാരണം ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻറ്റ് സ്റ്റേജാണ്. കാരണം ഈ സ്റ്റേജിൽ പെസ്റ്റ് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈൽഡിനെ കാര്യമായി ബാധിക്കുന്നൊരു ടൈമാണ്. അപ്പം ഈ ഒരു ടൈമിൽ നമ്മൾ നന്നായിട്ട് മോണിറ്റർ ചെയ്ത് ഈ ക്രൈസോപെർല ക്രൈസോപെർല എന്ന് പറയുന്നത് ഒരു പ്രെഡേറ്ററാണ്. അപ്പം അത് ഏകദേശം എല്ലാത്തിനെയും തന്നെ തിന്ന് നശിപ്പിക്കും. അതാണ് ക്രൈസോപെർലേനെ നമ്മൾ ഫീൽഡിൽ റിലീസ് ചെയ്യുന്നത്. യൂസ് ഫെറമോൺ ട്രാപ്സ് ഫോർ ഇൻസെക്ട് ചെക്കിംഗ് അല്ലെങ്കിൽ ഇൻസെക്ട് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് ഓഫ് പോപ്പുലേഷൻ ഓഫ് ബോൾ വർംസ് ഇൻ ട്രാപ്പ് ക്രോപ്സ്. റിലീസ് ഓഫ് ട്രൈക്കോഗ്രമ എന്ന് പറയുന്ന ഒരു പാരസിറ്റോയിഡാണ്. അറ്റ് ദ റേറ്റ് 1.5 lakh per hectare for bollworms. Set up bird perches.
use yellow sticky traps for whitefly. Use neem products to control whitefly. If not controlled, neem products ഉപയോഗിച്ച് കൺട്രോൾഡ് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ട്രൈഅസാഫോസ്, അസഫെ, അസെറ്റാമിപ്രേറ്റ് അല്ലെങ്കിൽ തയോമെത്തോക്സാമും കൊടുക്കാം. സ്പ്രേ റെക്കമെൻഡഡ് കെമിക്കൽ ഫോർ control also. Then fruiting stage, collection and of damaged floral bodies, collection of grown up larvae under destruction. Use HANPV. NPV എന്ന് പറയുന്നത് ന്യൂക്ലിയോ പോളിഹീഡ്രൽ വൈറസ് ആണ്. അത് HA എന്ന് പറയുന്നത് ഹെലിക്കോവെർപ്പ ആർമിജിറ. അപ്പോൾ ഹെലിക്കോവെർപ്പ ആർമിജിറ എന്ന് പറയുന്നതാണ് അമേരിക്കൻ ബോൾ വേം എന്ന് പറയുന്ന ഇൻസെക്റ്റ്. അപ്പോൾ ആ ഇൻസെക്റ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു NPV വൈറസ്, ന്യൂക്ലിയർ പോളിഹീഡ്രൽ വൈറസ് ആണ് HANPV എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ബെനഫിഷ്യൽ ആയിട്ടുള്ളൊരു വൈറസ് ആണ്. അപ്പോൾ അതിനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. നമുക്ക് പൗഡർ ഫോമിലൊക്കെ അവൈലബിൾ ആണ്. അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അറ്റ് ദ റേറ്റ് 250 to 500 LE per hectare. Then use neem products. Spray Spodoptera NPV. 2 NPVs ആണ് നമുക്കുള്ളത്. ഒന്ന് ഹെലിക്കോവെർപ്പയ്ക്കെതിരെയുള്ള NPV, 2 സ്പോഡോപ്റ്ററയ്ക്കെതിരെയുള്ള NPV. ഇത് രണ്ടു തന്നെയും ബോൾ വേംസിൽ സീരിയസ് ആയിട്ടുള്ള ബോൾ വേംസ് ആണ്. പിന്നെ ഇവർ ബോൾ വേംസ് മാത്രമല്ല, കോട്ടനെ മാത്രമല്ല, ഇവർ എന്താ പറയുക, ഒരേ സമയം കുറേ ക്രോപ്സിനെ അഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻസെക്ട്സ് ആണ് ഹെലിക്കോവെർപ്പ ആർമിജിറയും സ്പോഡോപ്റ്റെറ ലിറ്റ്യൂറയും. അപ്പം ഇവർ രണ്ടുപേരെയും കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് പോളിഫാഗസ് പെസ്റ്റാണ്. അപ്പം കുറേ ഇവരുടെ ഹോസ്റ്റ് റേഞ്ച് എന്ന് പറയുന്നത് വൈഡ് ഹോസ്റ്റ് റേഞ്ചാണ്. ഇവർക്ക് ഒരേ സമയം സ്പോഡോപ്റ്റെറ എന്ന് പറയുന്നത് തെങ്ങിൻ്റെ പെസ്റ്റാണ്, വാഴയുടെ പെസ്റ്റാണ്, കോക്കനട്ട്, ബനാന, വെജിറ്റബിൾസ് എല്ലാം തന്നെയും അതിൻ്റെ പെസ്റ്റ് ലിസ്റ്റിൽ വരും. പിന്നെ സിറിയൽസ് അതിൻ്റെ ലിസ്റ്റ് വരും. അപ്പോൾ ഇതിനൊരു വൈഡ് ഹോസ്റ്റ് റേഞ്ച് ആണുള്ളത്. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി പാടാണ്. അപ്പം 2 NPV മേജർ NPVs ആണ്. ഒന്ന് ഹെലിക്കോവെർപ്പ ആർമിജിറ, 2 സ്പോഡോപ്റ്റെറ ലിറ്റ്യൂറ. അപ്പോൾ ഇത് രണ്ടിനുമാണ് NPVs ഉള്ളത്, ന്യൂക്ലിയർ പോളിഹീഡ്രൽ വൈറസസ് ഉള്ളത്. അത് നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ട് പറ്റും ഇൻ ദ ഈവനിങ് അവേഴ്സ്. ദെൻ യൂസ് സ്പ്രേ റെക്കമെൻഡഡ് ഇൻസെക്ടിസൈഡ്സ്. ദെൻ ബോൾ ഓപ്പണിംഗ് സ്റ്റേജ്, ബോൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അപ്ലൈ നീഡ് ബേസ്ഡ് റെക്കമെൻഡഡ് ഇൻസെക്ടിസൈഡ്സ്. ഡു നോട്ട് എക്സ്റ്റെൻഡ് ദ ക്രോപ്പ് പീരിയഡ്. ഹാർവെസ്റ്റിംഗ് കൃത്യസമയത്ത് ചെയ്യുക. യൂസ് മോണിറ്ററിംഗ് ഡിവൈസസ്. യൂസ് റെക്കമെൻഡഡ് അക്കാരിസൈഡ്സ് ഫോർ മൈറ്റ് കൺട്രോൾ ആൻഡ് സ്പോട്ട് ആപ്ലിക്കേഷൻ ഓഫ് കെമിക്കൽസ്. Next is the chemical control. Treat seeds with imidacloprid 70 WS vegetable solution at the rate 10 grams per kilogram, or thiamethoxam 70 WS at the rate 5 grams per kilogram before sowing. Cutworm Spodoptera lictura. Drench 150 ml of chlorpyrifos to 25 EC at the rate 3 ml per liter solution per seedling. 2500 liter solution per hectare. And spray the crop with NSKE, neem seed kernel extract 5% or 1.5 ml oxydameton methyl 25 EC, dimethoate 30 EC at the rate 2 ml per hectare liter, or thiamethoxam 25 Wg at the rate 0.2 grams per liter. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെച്ചിരിക്കുക. NSKE പഠിക്കുക, അതുപോലെ വേറെ ഏതെങ്കിലും ഒരു ഇൻസെക്ടിസൈഡിൻ്റെ പേര് കൊണ്ട് പഠിച്ചു വെച്ചിരിക്കുക. ഫോർ സക്കിംഗ് പെസ്റ്റ്. For white fly, spray NSKE 5% or neem products or 1.5 ml triazofos 40 EC or monocotophos at the rate 1.5 ml and TDVP 1 ml plus TPOL. TPOL എന്ന് പറയുന്നത് സ്റ്റിക്കിംഗ് ഏജൻ്റ് ആണ്. നമ്മൾ ആ ഇലയിൽ അത് പറ്റിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന ഒരു സ്റ്റിക്കിംഗ് ഏജൻ്റ് ആണ്. ഇത് മഴയൊക്കെ വരുമ്പോൾ ഇത് ഒലിച്ചു പോകത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒലിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിക്കിംഗ് ഏജൻ്റ് ആണ് TPOL എന്ന് പറയുന്നത്. At the rate 0.25 per liter and use yellow sticky traps. ഇത്രയുമാണ് കോട്ടൻ്റെ IPM മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു 5 മാർക്ക് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. എക്സ്പ്ലെയിൻ ദ IPM പ്രാക്ടീസസ് അഡോപ്റ്റഡ് ഇൻ കോട്ടൺ. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ചോദിക്കുക. താങ്ക് യു.